എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 King of Pentacles, Magician energy, Empress energy, Lovers, Four of Pentacles and Six of Swords energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് ഫോർ ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷനാണ്. വളരെ നല്ല സാധ്യതകളുള്ള ഒരു വർഷമാണ്. സാമ്പത്തികമായിട്ട് ഒത്തിരി മുന്നേറാൻ ഉള്ളതായിട്ട്. അപ്പോൾ ഒത്തിരി അവസരങ്ങൾ, വലിയ വലിയ അവസരങ്ങൾ ജീവിതത്തിൽ ലഭിക്കുന്ന സമയമാണ്. ഇങ്ങനെയുള്ള അവസരങ്ങൾ പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്. ഈ അവസരങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് പുതിയൊരു ജോലി, പുതിയതെന്തെങ്കിലും ജോലി സംബന്ധമായിട്ട് കരിയറായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ, ജീവിതം നല്ല രീതിയിൽ കരിയറിൽ വളർച്ച ഉണ്ടാവാൻ ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് വർക്കിൽ അതായത് മണി മൈൻഡഡ് ആയിട്ടിരിക്കുക എന്നും പറയാം. അത് പൂർണ്ണമായിട്ട്, അതായത് അമിതമായിട്ട് മണി മൈൻഡഡ് ആവാതിരുന്നാൽ മതി. അതർവൈസ് മണി മൈൻഡഡ് ആയിട്ട് ഫിനാൻസ് കാര്യങ്ങൾ നോക്കുന്നതും കരിയർ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ളൊരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങൾ കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മുന്നേറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും അത് വിജയ സാധ്യതകൾ കുറേ കാണിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ശ്രമിക്കുക. അവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ അത് പാഴാക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മാസം നിങ്ങൾ പൊതുവേ ഒരിച്ചിരി പിശുക്കായിരിക്കും എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് പൈസ ഒന്നും ചിലവാക്കുന്നില്ല, സമ്പാദിക്കാൻ പറ്റിയൊരു സമയമാണ്. ഇപ്പോൾ ഈവൻ പുറത്ത് പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കൂടി പുറത്ത് പോയി ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കുന്നുണ്ടാവും. തീരെ ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുന്നേ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ഈ ഒരു മാസം. അപ്പോൾ പൊതുവേ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡും അതേപോലെ ഭക്ഷണം പുറത്ത് കഴിക്കാത്തത് കൊണ്ട് സേവ് ചെയ്യാനും പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും നല്ലൊരു കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ്. ഒന്നും വിട്ട് കളയുന്നില്ല. അതായത് എന്ത് സിറ്റുവേഷൻസ് ഉണ്ടായാലും അതിനെ അതിജീവിക്കുക. യു നോട്ട് ഗിവിങ് അപ്പ്. എന്തെങ്കിലും സിറ്റുവേഷൻ, ചലഞ്ചസ്, തടസ്സങ്ങളൊക്കെ വന്നാൽ ഇത് എന്താണ്, അതിനൊരു സൊല്യൂഷൻ എന്തായാലും ഉണ്ടാകും എന്ന രീതിയിൽ ചിന്തിക്കുകയാണ്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഇനി എന്നെക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വെച്ചിട്ട് മുന്നോട്ടേക്ക് പോകാതിരിക്കുന്നില്ല, മറിച്ച് മുന്നോട്ടേക്ക് പോവുകയാണ് ജീവിതത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണത്. ലൈഫിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ കരിയറും ഫിനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ മെജീഷ്യൻ ആൻഡ് ലവേഴ്സ് എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. ലൈഫിൽ ഒരു എക്സ്പെരിമെൻറ്റേഷൻ ഫേസ് എന്ന് പറയാം, മാനിഫെസ്റ്റേഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ഈ അടുത്ത കാലത്തും എന്തെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറയുമല്ലോ, നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം ഇന്നതാണ് വേണ്ടത് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന ഫലം കാണുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം. ഏത് രീതിയിലായാലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നേടിയെടുക്കും. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ ജോലി ആയിരിക്കാം, ന്യൂ തിങ്സ് ആർ ഹാപ്പനിങ്, പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയം വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. വിവാഹം പെട്ടെന്നുള്ള വിവാഹ സാധ്യതയായിരിക്കും. അപ്പോൾ ഈ ഒരു മാസം പെട്ടെന്ന് തന്നെ തീരുമാനിച്ചിട്ട് ചുരുക്കം ചില ആളുകളിലാണെങ്കിൽ പോലും 2 ആഴ്ച കൊണ്ട് പെണ്ണ് കാണലോ കാര്യങ്ങളോ പെട്ടെന്ന് തന്നെ എല്ലാം നടന്ന് 2 ആഴ്ചക്കുള്ളിൽ തന്നെ വിവാഹം നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആവാം. അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. അതേപോലെ തന്നെ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ പ്രണയത്തിലാണ്, വീട്ടുകാരുടെ ഒരു അനുവാദത്തിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വീട്ടുകാർ ഫൈനലി ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി തൃപ്തിയാണ് വിവാഹ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. പിന്നെ പാരൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മാതാപിതാക്കളും മക്കളും തമ്മിൽ നല്ലൊരു
ദൃഢമായിട്ടുള്ള ബന്ധം, ഇപ്പോൾ നിങ്ങൾ പാരൻസായിട്ട് നല്ല രീതിയിലല്ല, അല്ലെങ്കിൽ പാരൻസ് ജനറേഷൻ ഗ്യാപ്സ് ഉണ്ട്, അതായത് അച്ഛനമ്മമാരും മക്കളും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാകുന്നില്ല, ഓരോ ജനറേഷൻ്റെ വ്യത്യാസം കൊണ്ടിട്ട് അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഉള്ളവർ കുറച്ചുകൂടി പാരൻസായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു, അവർ പറയുന്നത് മനസ്സിലാക്കുന്നു, നിങ്ങൾ പറയുന്നത് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യം ജീവിതത്തിൽ സംഭവ്യമാകുന്നു എന്നുള്ളത് മജീഷ്യൻ എനർജി ആൻഡ് 6 ഓഫ് സോർട്സ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്, പക്ഷേ ഒന്നും നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇനി ഇപ്പോൾ ആ ഒരു സമയം ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങൾ ഇനിയും വിദേശത്ത് പോകണമെന്ന് മനസ്സിൽ ചിന്തയുണ്ട്, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുകയാണ് എങ്കിൽ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാൻ പറ്റിയൊരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറയാം. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റിയൊരു സമയമാണ് ആഗ്രഹ സബലീകരണത്തിന് വേണ്ടിയിട്ട്. കടൽ കടന്ന് കപ്പൽ യാത്ര, വിമാനയാത്രയൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ക്രൂസ് ആയിരിക്കും. വിദേശത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ക്രൂസ് പോകുന്നതായിരിക്കും, ഇവിടെ ഏതെങ്കിലും മറ്റൊരു രാജ്യത്തേക്കോ മറ്റിടത്തേക്കോ ഒക്കെ പോകുന്ന ഒരു ട്രാവൽ, അതായത് ഒരു ഹോളിഡേ വെക്കേഷൻ പോലത്തെ ഒരു സാഹചര്യം. അല്ലാതെ ചില ആളുകൾ നിങ്ങൾ കപ്പലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു എനർജി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജോലി നിങ്ങൾക്ക് ലഭിക്കാം, അതായത് ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് അതിന് ശ്രമിക്കുന്നവർക്ക് സാധ്യതയുണ്ട്. അതേപോലെ ഫ്ലൈറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല അങ്ങനെയുള്ള ഇത്. പിന്നെ അതല്ലാതെ നാട്ടിൽ സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ KSRTC, റെയിൽവേസ് അതുപോലുള്ള വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, യാത്രകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒത്തിരി പോസിറ്റീവ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതായിട്ട് കാണിക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യാത്രകൾ ഒത്തിരി നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ജോലിക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നത്, നിങ്ങളുടെ ജോലി തന്നെ യാത്രയായി മാറുന്നത്, അതായത് ഈ പറഞ്ഞ പോലെ ഷിപ്പിലോ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള രീതിയിലുള്ള ജോലികൾക്ക് സാധ്യതയുണ്ട്. പിന്നെ റിട്ടയർ ആയിട്ടുള്ളവർ, പ്രത്യേകിച്ച് സർക്കാർ ജോലിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ളവർക്കൊക്കെ പുതിയ ജോലി, അതായത് റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് ചെയ്യാവുന്ന ചില ജോലികൾ, അല്ലെങ്കിൽ പ്രൈവറ്റിൽ എന്തെങ്കിലും ജോലി, സ്വന്തമായിട്ട് ബിസിനസ്, ഇതിനൊക്കെയുള്ളൊരു സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പ്രായമായിട്ടുള്ളവർ, റിട്ടയർ ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. പിന്നെ ഇനി പ്രായമായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം തന്നെ നിങ്ങൾ നാട്ടിലായിരുന്നു ഒത്തിരി നാൾ, ഇപ്പോൾ വിദേശത്ത് ഇതുവരെ പോയിട്ടില്ലാത്തവർക്ക് അതിനുള്ള അവസരമാണ്. കുട്ടികൾ വിദേശത്ത് ഉള്ളവർ അവരുടെ അടുത്തേക്ക് പോകുന്നു, വിസിറ്റ് ചെയ്യാനുള്ള അതായത് അവരെ കണ്ട് തിരിച്ചു വരുന്ന ഒരു തരത്തിൽ ആ ഒരു യാത്ര നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ എംപ്രസ് എനർജി ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. പ്രഗ്നൻസി സിറ്റുവേഷൻ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രഗ്നൻസി കുട്ടികൾ സാധ്യത ഒന്നുള്ളത് കാണിക്കുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർ അതായത് നിങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ അധിക്ഷേപിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അത് നിങ്ങൾ ചെയ്ത് കാണിക്കുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളത് ചെയ്ത് കാണിക്കുന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. പലരെ സംബന്ധിച്ച് പല കാര്യമായിരിക്കാം. ഒന്ന് ചിലപ്പോൾ പ്രഗ്നൻസി സിറ്റുവേഷൻ ആവാം, അതല്ല ഡ്രൈവിംഗ്, മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും എക്സാംസ്, അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ റിസർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ PhD ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരോ, അല്ലെങ്കിൽ എൻട്രൻസ് എഴുതി MBBSോ മറ്റ് രീതിയിൽ എന്തെങ്കിലും എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ജോലിയായിട്ട് ബന്ധപ്പെടുത്തി വിദേശത്തേക്ക് പോകുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യം, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്ന ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാസത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസിന് അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ കോൺഫിഡൻസ്, വളരെ നല്ല കോൺഫിഡൻസ് ഉള്ള സമയമാണ്. അത് പുറകോട്ടേക്ക് പോകാതെ ശ്രദ്ധിക്കുക. മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്ന് വിചാരിക്കാതെ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക, എങ്കിൽ മാത്രമാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഇങ്ങനെയാണ്, എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല, ആ ഒരു രീതിയിലുള്ള ചിന്തയിൽ നിന്ന് മാറുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പലരും ഇപ്പോൾ അതായത് ഈ കേൾക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ആയിരിക്കില്ല മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിൽ. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മാറ്റിമറിക്കുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ വരുന്ന മാസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. അതെന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം പറഞ്ഞ പോലെ തന്നെ കയ്യിൽ ഒരിക്കലും കാശുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ ആശ്രയിച്ചാണെങ്കിൽ
ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുന്ന രീതിയിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം ഒരു അഭിമാനം തോന്നുന്ന സമയമായിരിക്കും ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.